ബുഖാരി റളിയല്ലാഹുവിന്റെ ചിത്രം ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. ബുഖാരി റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ. ചരിത്രം നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മളെ എത്രയോ 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 തവണയായിട്ട് ബുഖാരി റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രാർത്ഥനയാണ്, റബ്ബേ എനിക്കൊരു തങ്കക്കുടത്തിനെ തരണേ അല്ലാഹ്, ഒരു പൊന്നുമോനെ എനിക്ക് തരണമല്ലാ, ഒരു സ്വാലിഹായ കുഞ്ഞിനെ നീ എനിക്ക് തരണേ അല്ലാഹ്. ബുഖാരി റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അല്ലാഹു ബുഖാരി എന്ന പൊന്നുമോൻ അല്ലാഹു കനിഞ്ഞു നൽകിയത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജനിക്കുന്ന സമയത്ത് രണ്ട് കണ്ണിനും കാഴ്ചയില്ലായിരുന്നു. ആ ചരിത്രം ഇന്നലെ പറഞ്ഞതായിരുന്നു നമ്മളെ. രണ്ട് കണ്ണിനും അല്ലാഹു ബുഖാരി എന്ന കുഞ്ഞുമോനെ കണ്ണിന് കാഴ്ച കൊടുത്തിട്ടില്ലായിരുന്നു. ആരുടെ ചരിത്രമാണ് പറയുന്നത്? ചെറുപ്പക്കാരാ, നമ്മുടെ എല്ലാമെല്ലാമായ പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഏറ്റവും വലിയ ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി വ സ്വഹീഹുൽ മുസ്ലിം. ആ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ലോക പ്രശസ്തരായ വലിയ ഇമാമാണ്, പണ്ഡിതരാണ്. ആ ബുഖാരി ഇമാമിന്റെ ജീവിതത്തിന് അല്ലാഹു നൽകിയ വിജയത്തിന്റെ പിന്നിലുള്ള രഹസ്യം അത് ദുആഉൽ ഉമ്മി, എന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാണ്. എന്റെ ഉമ്മയുടെ, എന്റെ ബാപ്പയുടെ, എന്റെ പിന്നാന ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ജനിച്ച സമയത്ത് കണ്ണിന് അല്ലാഹു കാഴ്ച കൊടുത്തിട്ടില്ല. ജനിച്ച സമയത്ത് കണ്ണിന് അല്ലാഹു കാഴ്ച കൊടുത്തിട്ടില്ല. പക്ഷേ ആ പ്രിയപ്പെട്ട ഉമ്മ സങ്കടം പറഞ്ഞില്ല. എത്ര മക്കളാണ് ജനിക്കുമ്പോ കണ്ണിന് കാഴ്ചയില്ലാത്തവരെ ഇന്നും ഇവിടെ കൊണ്ടുവന്നിരുന്നു. ഒരു ചെറിയ കുഞ്ഞുമോനെ, അല്ലാഹുവേ രണ്ട് കാതിനും കേൾവി കുറവാണ് ഉസ്താദേ. വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറയാണ്, 1 വയസ്സായി എന്റെ കുഞ്ഞുമോന് രണ്ട് കാതുകൾക്ക് കേൾവി കുറവാണ്. ഡോക്ടർമാരെ പ്രയാസം പറഞ്ഞിട്ടുണ്ട്. ഇല്ല, മടവൂർ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് ഈ അറിവിൻ നിലാവിൽ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്ന നിന്റെ ബർക്കത്ത് കൊണ്ട് ആ കുഞ്ഞുമോന്റെ കേൾവി നീ അങ്ങ് ശരിയാക്കി കൊടുക്കുക അല്ലാഹ്, നീ അങ്ങ് ശരിയാക്കി കൊടുക്കണേ റബ്ബേ. സംസാരിക്കാത്ത മക്കളുണ്ട്, സംസാരം ക്ലിയർ ആവാത്ത മക്കളുണ്ട്, സംസാരത്തിൽ വിക്ക് വരുന്ന മക്കളുണ്ട്, സംസാരത്തിൽ സംസാരം തിരിയാതെ വിഷമം വരുന്ന മക്കളുണ്ട്. അല്ലാഹുവേ, അവരെ സംസാരം നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ. മന്ദബുദ്ധിയെല്ലാം ശരിപ്പെടുത്തണമല്ലാ. ഞങ്ങളെ മക്കളെ വാശി നീ മാറ്റിത്തരണേ റഹ്മാനെ. അറിവിൻ നിലാവിന്റെ പൂമ്പാറ്റ മക്കളാണ് ഞങ്ങളെ മക്കള്. ആ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. നമുക്ക് സങ്കടം വരൂലേ ചെറുപ്പക്കാരാ? നമുക്ക് സങ്കടം വരൂലേ പെങ്ങളെ? 10 മാസം ഉദരത്തിനകത്ത് കൊണ്ട് നടന്ന കുഞ്ഞിന് അല്ലാഹു കണ്ണിന് കാഴ്ച കൊടുത്തിട്ടില്ലെങ്കിൽ എത്ര വലിയ സങ്കടമാണ്. ആ കുഞ്ഞിന് അല്ലാഹു നടക്കാനുള്ള കഴിവ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ സങ്കടമാണല്ലോ. നിങ്ങളെ കുഞ്ഞിന് അല്ലാഹു അംഗവൈകല്യങ്ങളെ കൊടുത്താലേ നിങ്ങളെ മനസ്സ് പിടക്കൂലേ പെങ്ങളെ? അറിവിന്ദിലാവനിലെ എത്രയോ കുഞ്ഞുമക്കളുണ്ടങ്ങനെ. എത്ര മക്കളെയാണ് ഈ സദസ്സിൽ കൊണ്ടുവന്നിട്ടുള്ളത്? ഹാർട്ടിന് ബ്ലോക്കാണ് ഉസ്താദേ, ഹാർട്ടിന് ഓൾസാണ് ഉസ്താദേ. ഒരു കിഡ്നി മാത്രമുള്ളൊരു പൊന്നുമോനെ ഇവിടെ സദസ്സിൽ കൊണ്ടുവന്നിരുന്നു. എത്ര മക്കളാണ്, എത്ര സന്താനങ്ങളാണ്, എത്ര കുഞ്ഞുമക്കളാണ്. പ്രായത്തിനനുസരിച്ച് തൂക്കമില്ലാതെ വിഷമിക്കുന്ന മക്കളുണ്ട് റബ്ബേ. ശരീരത്തിന്റെ 4 ഭാഗത്തും രോഗങ്ങൾ വന്ന്
വന്നുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. തിരുവനന്തപുരം മാർസീസിൽ നിന്ന് വരെ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് മടക്കിയ ചെറിയ മക്കളെ ഈ അറിവിന്ദിലാവിന്റെ നിലാമുറ്റെത്തിച്ച മാതാപിതാക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പ്രതീക്ഷയിലാണ് കൊണ്ടുവന്നത്. ശിഫ കൊടുക്കണമല്ലാ. എത്രയോ ആളുകൾക്ക് ശിഫ കൊടുത്തു തമ്പുരാനെ, എത്രയോ ആളുകൾക്ക് മാറ്റങ്ങൾ കൊടുത്തു തമ്പുരാനെ. അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട്, മടവൂർ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ ഇനി ചരിത്രം പറയാൻ പോകുന്ന ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ഹഖ്ജാഹ് ബർക്കത്ത് കൊണ്ട് നീ കാമിലായ ശിഫ നീ കൊടുക്കണേ റഹ്മാനേ. മക്കൾക്ക് അംഗവൈകല്യങ്ങൾ വന്ന് രക്ഷിതാക്കൾ സങ്കടപ്പെടണ്ട. നിങ്ങളെ കുഞ്ഞിനെ പോലെ ആരും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കുഞ്ഞുമോനായ സമയത്ത് രണ്ട് കണ്ണിനും കാഴ്ചയില്ല, രണ്ട് കണ്ണിനും അല്ലാഹു കാഴ്ച നൽകിയിട്ടില്ല. പക്ഷേ ആ ഉമ്മയുടെ മനസ്സ് തകർന്നില്ല. ഉമ്മ ഉടനെ പറഞ്ഞത് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്റെ പൊന്നുമോനെ, നീ എനിക്ക് തന്ന ഈ തങ്കക്കുടത്തിനെ നീ കാഴ്ച തരുകയാണെങ്കിൽ എനിക്ക് സന്തോഷമാണ് റബ്ബേ. അല്ലാഹുവേ, നിന്നോട് എനിക്ക് പരാതിയില്ല. കാരണം എന്താണ്? ഈ കുഞ്ഞുമോന്റെ കണ്ണ് ഞങ്ങൾ നിന്നോട് ചോദിക്കാതെ നീ തന്നതാണ്. നമ്മുടെ കണ്ണുകൾ അല്ലാഹു നമ്മളെ ചോദിക്കാതെ പടച്ച റബ്ബ് നമുക്ക് തന്നതാണ്. നമ്മളെ ചോദിക്കാതെ തന്നതാണ് കണ്ണിന്റെ കാഴ്ചകളെ. നമ്മളെ ചോദിക്കാതെ തന്നതാണ് സംസാരിക്കാനുള്ള നാവ്. നമ്മളെ ചോദിക്കാതെ തന്നതാണ് ശരീരത്തിലുള്ള മുഴുവൻ അവയവങ്ങളുമല്ല. അതുകൊണ്ട് റബ്ബേ, ഈ ബുഖാരി എന്ന കുഞ്ഞുമോനെ നീ ഖൈറാണെങ്കിൽ കണ്ണിന്റെ കാഴ്ച കൊടുക്കണമല്ലാ എന്ന് പറഞ്ഞിട്ട് ബുഖാരി മാമന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ ദുആ ചെയ്യുകയാണ്. ആരാ ദുആ ചെയ്യുന്നതെന്നറിയോ? ആരാ ദുആ ചെയ്യുന്നതെന്നറിയോ? ഒരു പ്രിയപ്പെട്ട പുന്നാര ഉമ്മ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എന്റെ പൊന്നുമോനെ കണ്ണിന് നീ കാഴ്ച കൊടുക്കണമല്ലാ. ഒരു ഉമ്മ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം കൊടുക്കാതിരിക്കൂല. ഒരു ഉമ്മ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം കൊടുക്കാതിരിക്കൂല. അന്ന് രാത്രിയാണ് ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മ കിടന്നിറങ്ങുമ്പോ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മ കിടന്നിറങ്ങുമ്പോ അല്ലാഹുവേ സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ് മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മ കിടന്നിറങ്ങുമ്പോ ആ ഉറക്കത്തിലതാ കടന്നു വരുന്ന ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നത്തിലൂടെ കടന്നു വന്നിട്ട് പറയുകയാണ്, കരയണ്ട മോളെ, സങ്കടപ്പെടേണ്ട പെണ്ണേ, സങ്കടപ്പെടേണ്ട പെണ്ണേ. നിനക്കല്ലാഹു തന്ന തങ്കക്കുളത്തിനെ, നിനക്കല്ലാഹു തന്ന കുഞ്ഞുമോനെ, നിനക്കല്ലാഹു തന്ന പൊന്നുമോനെ, ആ പൊന്നുമോനെ അല്ലാഹു കാഴ്ച തരുന്നതാണ് മോളെ. ആ പൊന്നുമോൻ അല്ലാഹു കാഴ്ച തരുന്നതാണ് മോളെ. ആ പൊന്നുമോനെ പടച്ച തമ്പുരാൻ കാഴ്ച തരുന്നതാണ് മോളെ. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മ ഉറക്കത്തിൽ ഇബ്രാഹിം നബിയെ കാണുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് പറയുകയാണ്, നിന്റെ കുഞ്ഞിന് അല്ലാഹു കാഴ്ച നൽകുന്നുണ്ട്. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് പ്രിയപ്പെട്ട ഉമ്മ. തന്റെ അരികത്ത് കിടക്കുന്ന തങ്കക്കുടമാകുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ രണ്ട് കൈകളിൽ വാരിയെടുക്കുകയാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അത്ഭുതമാണ്. എന്റെ ജീവിതത്തിലേക്ക് പൊന്നുമോനെ തിരിച്ചു വന്നിരിക്കുകയാണ്. രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത പൊന്നുമോനല്ലേ. പ്രസവിച്ചപ്പോൾ രണ്ട് കണ്ണിനും അല്ലാഹു കാഴ്ച കൊടുത്തിട്ടില്ലല്ലോ. പക്ഷേ ഇബ്രാഹിം
ഇബ്രാഹിം നബി ഉറക്കത്തിൽ വന്ന് നിന്റെ പൊന്നുമോനെ കാഴ്ച കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്റെ പൊന്നുമോന്റെ കണ്ണുകളിലേക്ക് ഞാൻ നോക്കിയപ്പോ അൽഹംദുലില്ലാഹ് എന്റെ പൊന്നുമോൻ അല്ലാഹു കണ്ണിന്റെ കാഴ്ച കൊടുത്തു. അല്ലാഹ് എന്റെ പൊന്നുമോനെ കണ്ണുകൾക്ക് അല്ലാഹു കാഴ്ച കൊടുത്തിരിക്കുന്നു. അല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ആ പ്രിയപ്പെട്ട ഉമ്മ ഇങ്ങനെ കരയുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കണ്ണിനെ കാഴ്ച കിട്ടാൻ കാരണം എന്തെന്നറിയോ? അറിവിന്നിലാവ് കേൾക്കുന്ന ലക്ഷക്കണക്കിന് ഉമ്മമാരോട് പറയുകയാണ്, പെങ്ങളെ ഉമ്മയുടെ പ്രാർത്ഥനയാണ്, ഉമ്മയുടെ പ്രാർത്ഥനയാണ്, ഉമ്മയുടെ പ്രാർത്ഥനയാണ്. നിനക്ക് ഉമ്മാടെ പ്രാർത്ഥനയെ വിലയില്ലല്ലേ? നിനക്ക് ഉമ്മാടെ പ്രാർത്ഥന വില കാണിച്ച് കാണുന്നില്ലല്ലോ. ഉമ്മയോട് ദുആ ചെയ്യിപ്പിക്കാൻ മടി കാണിക്കുന്ന ചെറുപ്പക്കാരാ, ബാപ്പയോട് ദുആ ചെയ്യിപ്പിക്കാൻ മടി കാണിക്കുന്ന ചെറുപ്പക്കാരാ, ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ് വിലപ്പെട്ട തങ്കനിധി എന്ന് നമ്മൾ മറക്കല്ലേ. ആ ബാപ്പയുടെ പ്രാർത്ഥനയാണ് ഈ ദുനിയാവിൽ നിന്ന് അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്പത്തെന്ന് എന്റെ പ്രിയപ്പെട്ട യുവത്വമേ നമ്മൾ മറന്നു പാടില്ല. അറിവിന്നിലാവ് കേൾക്കുന്ന കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളെ മക്കൾക്ക് വേണ്ടി നിങ്ങളെ ദുആ ചെയ്യുക, നിങ്ങളെ സന്താനങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ദുആ ചെയ്യുക. സംസാരിക്കാത്തവരെ നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു സംസാരിപ്പിക്കുന്നതാണ്. സംസാരിക്കാത്തവരെ നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു സംസാരിപ്പിക്കുന്നതാണ്. അത്രയും വലിയ പവറാണ് അല്ലാഹു നൽകിയത്. والدي لولده